ഫെബ്രുവരി 28-ന് ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ചുവെന്ന വാർത്തയാണ് ലോകമാകെ കേട്ടത്. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 20-ലും ആക്രമണം നടന്നതായി വാർത്തകൾ വന്നു. എന്നാൽ വൈകാതെ ഇറാൻ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രയേലിന് നേരെയും മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കൻ മിസൈൽ സംവിധാനങ്ങൾക്ക് ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനു പുറമെ ഇറാൻ അമേരിക്കയ്ക്ക് വരുത്തിവെച്ച മറ്റൊരു പ്രതിരോധ ആഘാതത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. CNN പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങൾ അനുസരിച്ച് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധത്തിനായുള്ള റഡാർ സംവിധാനങ്ങൾക്ക് ഇറാൻ കാര്യമായ കേടുപാട് വരുത്തിയെന്നാണ് വിവരം. പ്രത്യേകിച്ച് ജോർദാൻ, UAE എന്നീ രാജ്യങ്ങളിൽ അവർ സ്ഥാപിച്ചത്. ഇറാന്റെ ആദ്യ തിരിച്ചടി സമയത്താണ് ഇവ തകർന്നത് എന്നാണ് സൂചന. അറേബ്യൻ രാജ്യങ്ങളിൽ മിസൈലുകൾ കണ്ടെത്തുന്നതിന് അമേരിക്ക സ്ഥാപിച്ച നിരീക്ഷണ സംവിധാനങ്ങൾക്കെല്ലാം വ്യാപക നാശമാണ് ഉണ്ടായത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടെത്താനും നശിപ്പിക്കുന്നതിനുമുള്ള റഡാറുകളാണ് തകർന്നടിഞ്ഞത്. ശത്രു സാന്നിധ്യം നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ ഇതിലൂടെ അമേരിക്കൻ സൈന്യത്തിന് കഴിയാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്തത്. അത്യാധുനിക സെൻസറുകൾ വഴി മിസൈൽ, ഡ്രോണുകൾ എന്നിവയെ താഡ് തിരിച്ചറിഞ്ഞിരുന്നു. ജോർദാനിലെ മുവ ഫക്ക് സൾട്ടി എയർബേസിൽ അമേരിക്ക താഡ് മിസൈലുകളുടെ വലിയ പ്രതിരോധം ഒരുക്കിയിരുന്നു. ഇവിടെ അവയുടെ സ്ഥാനത്ത് പണ്ട് വലിയ ഗർത്തങ്ങൾ കാണാനായി. 13 അടി താഴ്ചയുള്ള ഗർത്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നിലധികം തവണ ഒരേ സ്ഥലത്ത് ആക്രമണം ഉണ്ടായി എന്നതിന്റെ തെളിവാണിത്. മാർച്ച് 1, 2 തീയതികളിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളം ഇവിടെയായിരുന്നു. അമേരിക്ക നീക്കം ആരംഭിക്കും മുൻപ് ഇവിടെ 50 ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും യാത്രാവിമാനങ്ങളും ഉണ്ടായിരുന്നു. സമാനമായ നാശനഷ്ടമാണ് അമേരിക്കയ്ക്ക് UAEയിലും ഉണ്ടായത്. റുവാസിസിലും സദറിലും അമേരിക്കയുടെ താഡ് റഡാറുകൾ നശിച്ചു. ഫെബ്രുവരി 28-നും മാർച്ച് 1-നുമിടെ ഒരിടത്ത് 3-ഉം മറ്റൊരിടത്ത് 4-ഉം കെട്ടിടങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. ചിലയിടത്ത് വാഹന ഷെഡുകളും തകർന്നിട്ടുണ്ട്. താഡ് ബാറ്ററികളുമായി ബന്ധപ്പെട്ട മൊബൈൽ റഡാർ സംവിധാനം സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. എന്നാൽ ആക്രമണം നടന്ന സമയത്ത് ഇവ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തതയില്ല. ഖത്തറിലും ഇത്തരത്തിൽ റഡാർ സംവിധാനത്തെ തകർത്തിരുന്നു. ഉംദഹലയിലെ US റഡാർ സംവിധാനത്തെ തകർത്തു. അതേസമയം ഈ മേഖലകളിലെ റഡാർ സംവിധാനങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചോ പെന്റഗൺ വൃത്തങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതേസമയം UAEയിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവരെ 1072 ഡ്രോൺ ആക്രമണങ്ങളും 196 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. മേഖലയിൽ ഏറ്റവും അധികം ആക്രമണം നേരിട്ടിട്ടുള്ളത് ഇവിടെയാണ്. ജോർദാനിലും UAEയിലും സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ ശൃംഖലകളിലെ റഡാർ ഇവിടെയാണ്. ജോർദാനിലും UAEയിലും സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ ശൃംഖലകളിലെ റഡാർ സംവിധാനങ്ങളെ തകർക്കാനാണ് പ്രധാനമായും ശ്രമം നടന്നിരിക്കുന്നത് എന്നതാണ് പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന താഡ് പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ റഡാർ കേന്ദ്രങ്ങൾക്കാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ശത്രുക്കളുടെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനുള്ള ശേഷി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ജോർദാനിലെ മുവാഫാക്ക് സാൽത്തി വ്യോമതാവളത്തിലാണ് ഏറ്റവും വ്യക്തമായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ താഡ് മിസൈൽ ബാറ്ററിയുടെ റഡാർ കേന്ദ്രത്തിന് സമീപം 2 വലിയ ഗർത്തങ്ങൾ കണ്ടെത്തി. ഏകദേശം 13 അടി വീതമുള്ള ഈ ഗർത്തങ്ങൾ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഒന്നിലധികം തവണ ആക്രമണം നടന്നുവെന്നതിന്റെ സൂചനയാണ്. UAEയിലെ റുവൈസ്, സാദർ എന്നീ സൈനിക കേന്ദ്രങ്ങളിലും സമാനമായ ആക്രമണ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേസമയം ഈ കേന്ദ്രങ്ങളിൽ 2016 മുതൽ തന്നെ താഡ് സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നതായി മുൻകാല ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഖത്തറിലും ദഹലിലുമുള്ള അമേരിക്കൻ നിർമ്മിത മുന്നറിയിപ്പ് റഡാർ കേന്ദ്രത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ആക്രമണങ്ങളെ തുടർന്ന് UAEയിൽ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് സൈനിക താവളങ്ങളുടെ സംരക്ഷണത്തിനായി ഫ്രാൻസ് തങ്ങളുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ UAEയുടെ ആകാശത്ത് വിന്യസിച്ചിട്ടുണ്ട്. മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായതായി UAE അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.